ദൈവമാത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അതിരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും അറിവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ പരിശുദ്ധനാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ആമീൻ. നമുക്ക് ചേർന്നെല്ലാം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദ മനുഷ്യർക്ക് സമാധാനം ഉണ്ടാകട്ടെ. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ യേശുക്രിസ്തുവാകുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമത്തുന്നവനെ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്, മസിഹായെ നീ മാത്രം പരിശുദ്ധാത്മാവിലൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ മഹോന്നതനാകുന്നു. ആമീൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലേ കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവേ, കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം. അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകലനായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാനും കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാവങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മനസ്സാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോടും പ്രിയവും സ്നേഹവുമായിരുന്ന് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും മേലാൽ അവൻ്റെ വിശുദ്ധ വഴികളിൽ കൂടി നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറവീൻ. നമുക്ക് നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റവും വിനയത്തോടും അനുതാപ ഹൃദയത്തോടും ഏറ്റുപറഞ്ഞുകൊണ്ട് പാപക്ഷമയ്ക്കായി പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം.
സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്കും ഞങ്ങളെ അയൽക്കാർക്കും വിരോധമായി പാപം ചെയ്തിരിക്കുന്ന ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രകാശമല്ലാത്രേ നടന്നിരിക്കുന്നത്. ഞങ്ങൾ കർത്താവിന് നാം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങളെ നീതി വിട്ടു വന്നിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശു ക്രിസ്തു ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വെടിപ്പാക്കണമേ. മനസ്സാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവരോട് ഹൃദയവും ക്ഷയിപ്പാൻ പ്രാപ്തി നൽകണമേ. നിന്റെ നാമത്തിന് മഹത്വത്തിനായി ജീവനോദത്തിൽ മേലാകെ സേവിക്കുവാൻ നൽകണമെന്ന് ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സത്യമായി ക്രിസ്തുവിൽ കൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൃപാമൊഴി കേൾപ്പീൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് അവയിൽ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ആമീൻ. ദൈവമേ, നിനക്ക് സ്തോത്രം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. ഞങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവമേ, ഞങ്ങളുടെ തൊഴിലിടങ്ങളിൽ നീ ഞങ്ങളെ കണ്ടെത്തുന്നുവല്ലോ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഞങ്ങൾ തൊഴിൽ മേഖലകളിൽ കണ്ട് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കടലിലെ അധ്വാനത്തിനിടയിൽ ശിഷ്യന്മാർ കർത്താവിനെ കണ്ടുമുട്ടിയതുപോലെ കഠിനാധ്വാനം ചെയ്യുന്നവർ മധ്യേ ക്രിസ്തുവിൻ്റെ പ്രകാശപൂർണമായ സാന്നിധ്യം വേറിട്ടറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിസ്സഹായരായവരെ ഉൾക്കൊള്ളുവാനും അവരോട് കരുണ കാണിക്കുവാനും അവർക്ക് സുരക്ഷയും ആശ്വാസവും പ്രത്യാശയും ലഭിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങളുടെ സന്തത സഹചാരിയും നിരുപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി ഉപയോഗിക്കാം. സങ്കീർത്തനം 15 നമുക്ക് വാക്യം പ്രതിവാക്യമായി ഉപയോഗിക്കാം. സങ്കീർത്തനം 15. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നാവ് കൊണ്ട് കുറ്റം പറയാതെയും തൻ്റെ കൂട്ടുകാരോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് വേണ്ടി അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തതിന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ ഇങ്ങനെ ചെയ്യുന്നതിന് ഒരു നാളും കുടുങ്ങിപ്പോകുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾപ്പീൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ. അതിൻ്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ ജീവിതമായിരുന്നു. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനായിലെ നദനിയേലും സെബദി മക്കളും അവൻ്റെ ശിഷ്യന്മാർ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്നവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു.
പടകിൻ്റെ വലത്തുഭാഗത്ത് വല വീശുകയും എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി. മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നുവെന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കിയരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിൽ അധികം ദൂരത്തലാകിയാൽ മീൻ നിറഞ്ഞ വല കൊണ്ട് ചെറിയ പടകിൽ വന്നു. കരക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ വെച്ചിരിക്കുന്ന അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച് മീൻ ചിലത് കൊണ്ടുവരുവീനെന്ന് പറഞ്ഞു. ശീമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്നറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും ഞാനെന്ന് അവനോട് ചോദിപ്പാൻ കഴിഞ്ഞില്ല. യേശു വന്ന് അപ്പം എടുത്തവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യവും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഇത് കർത്താവിൻ്റെ ജീവൻ നൽകുന്ന സുവിശേഷം. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും അതാത് സ്ഥാനത്തിരിക്കാം. തലകളെ വണക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ വിശുദ്ധമായ ആരാധനയിൽ പങ്കുചേരുവാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കുന്ന ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങയുടെ ജീവനുള്ള വചനത്തെ അവിടെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്താൽ ഞങ്ങൾ ബലപ്പെട്ട് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. മനോഹരമായ ഒരു ദിനത്തിൻ്റെ പ്രഭാതം ദൈവം നമുക്ക് വേർതിരിച്ച് നൽകുന്ന വലിയ കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഉയർപ്പിൻ്റെ സന്തോഷം നമ്മുടെ ജീവിതങ്ങളിൽ നൽകി തന്ന ആനന്ദം അത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കുറേയേറെ ഞായറാഴ്ചകളിൽ നാം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനാൽ ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട ആളുകളുടെ വ്യക്തികളുടെ ജീവിതങ്ങളിലൂടെ നാം ഒന്ന് സഞ്ചരിക്കുക. ഇന്ന് നാം ചിന്തിപ്പാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം തൊഴിലിടങ്ങളിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ തിരിച്ചറിയുക എന്നുള്ളത്. ഐഡൻറ്റിഫൈങ് റിസൺ ലോർഡ് ഇൻ ദ വർക്ക് പ്ലേസ് എന്നുള്ളതാണ് നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം. തൊഴിലിടങ്ങളിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ തിരിച്ചറിയുക. 4 വേദഭാഗങ്ങളാണ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. രൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 36 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ, 15-ാം സങ്കീർത്തനവും അതുപോലെ ഇന്ന് സുവിശേഷ വേദഭാഗമായിട്ട് വായിച്ച യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള വേദഭാഗം. അതിൽ രൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം ഇപ്രകാരം നാം വായിക്കുന്നു: നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തെരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം നൽകുമാറാകട്ടെ. ഭാരതത്തെ സംബന്ധിച്ച് തൊഴിലെന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നാം കാണുന്ന ഒന്നാണ്. എന്നാൽ അതിനെ ഒരു പോസിറ്റീവായിട്ട് നാം കാണുന്ന പോലെ തന്നെ വളരെ പ്രാധാന്യത്തോടെ നാം കാണേണ്ട ഒന്നാണ് തൊഴിലിനെ ഒരു ജാതിപരമായും സാമൂഹ്യപരമായുമുള്ള
ഒരു വേർതിരിവിൻ്റെ ഭാഗമായും കൂടെ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടും കൂടെ കാണപ്പെടുന്നു എന്നുള്ളത് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷതയാണെന്നോ അല്ലെങ്കിൽ അതൊരു ന്യൂനതയാണെന്നോ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. മനുഷ്യനെ തൊഴിലിൻ്റെ പേരിൽ അല്ലെങ്കിൽ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കപ്പെടുന്ന ഒരു സംസ്കാരം അല്ലെങ്കിൽ ഒരു സാമൂഹിക ചുറ്റുവട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതിന് പക്ഷേ അവൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഉന്നതമായ അനുഭവങ്ങൾ അല്ല ഉന്നതമായ ജീവിത സാഹചര്യങ്ങൾ രൂപപ്പെട്ടാലും തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള അവനെ വിഭജിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വേർതിരിക്കപ്പെടുന്നത് ഒരു ഐഡൻറ്റിഫിക്കേഷനായിട്ട് കാണുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ മാന്യമായ തൊഴിൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താണ് മാന്യമായ തൊഴിൽ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് മാന്യമായ തൊഴിൽ എന്ന് നമുക്ക് വേർതിരിക്കുക എന്ന് പറയുന്നത് അല്പം പ്രയാസം. എന്നാൽ ക്രൈസ്തവ ധർമ്മം അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ എല്ലാ തൊഴിലിനും അതിൻ്റേതായ മാന്യതയുണ്ട് എന്ന് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും. തിരുവചനത്തിൽ ഒരിടത്ത് പോലും തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ വിഭജിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. കർത്താവിൻ്റെ കോർ ഗ്യാങ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കോർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ ശിഷ്യന്മാരുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിലെ എല്ലാ ജോലികളും അല്ലെങ്കിൽ എല്ലാ തൊഴിലിൽ നിന്നും വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുണ്ടായിരുന്നു. അവിടെ വൈദ്യനുണ്ടായിരുന്നു, അവിടെ മുക്കുവന്മാരുണ്ടായിരുന്നു, ചുങ്കക്കാരുണ്ടായിരുന്നു, പണം കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുണ്ടായിരുന്നു. അങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഒരു സമൂഹത്തിൻ്റെ ഉന്നതമായ അവസ്ഥയിൽ നിന്ന് ഏറ്റവും താഴേത്തട്ടിൽ നാം കണക്കാക്കാൻ തൊഴിൽ ചെയ്യുന്നവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് സവിശേഷതയായിട്ട് കാണുവാനായിട്ട് സാധിക്കും. മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ യേശു കർത്താവിൻ്റെ ശിഷ്യ സമൂഹത്തിൽ ഈ ശിഷ്യന്മാർക്ക് തുല്യമായ പ്രാധാന്യവും തുല്യമായ സ്ഥാനവും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് ഒരിക്കലും തൻ്റെ ശിഷ്യന്മാരിൽ ഒരു ഹയറാർക്കി ആർക്കും കൊടുത്തില്ല. അവിടെ 12 പേർക്കും ഒരേ സ്ഥാനം കർത്താവ് നൽകി, ഒരേ പദവി ദൈവം അവർക്ക് നൽകി, ഒരേ പ്രാധാന്യമാണ് അവർക്ക് നൽകിയത്. യേശു കർത്താവ് തൻ്റെ പുനരുത്ഥാനത്തിന് ശേഷവും ഈ 12 പേർക്കും വ്യത്യസ്തമായ ദൗത്യങ്ങൾ നൽകി. എന്നാൽ 12 പേർക്കും അതിൻ്റേതായ എല്ലാ പ്രാധാന്യവും നൽകുവാനായിട്ട് കർത്താവ് ശ്രമിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും മനുഷ്യനെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുവാനായിട്ട് നമുക്ക് സാധ്യമല്ല. അത് നമ്മുടെ മനസ്സുകൾ എപ്പോഴും ഓർത്തിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ഇന്ന് നമ്മളുടെ തൊഴിലിടങ്ങളിൽ അല്ലെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ച് ഉപജീവന മാർഗമെന്ന് പറയുന്നത് വളരെ പ്രാധാന്യം. അപ്പോൾ നാം ആയിരിക്കുന്ന ഈ ദേവാലയത്തിനുള്ളിൽ മാത്രമല്ല, ദൈവം നമുക്ക് ദാനമായി നൽകിയെന്ന് നാം അവകാശപ്പെടുന്ന കുടുംബജീവിതത്തിൽ മാത്രമല്ല, സാമൂഹ്യ ജീവിതത്തിൽ മാത്രമല്ല, നാം തൊഴിലെടുക്കുന്ന ഇടങ്ങളിൽ പോലും ഈ ക്രിസ്തുവിനെ സാക്ഷിപ്പാനായിട്ട് ഉള്ള ഒരു ദൗത്യം നമ്മെ പരമേൽപ്പിക്കപ്പെട്ടിരിക്കും. അല്ലെങ്കിൽ നാം തൊഴിൽ ചെയ്യുന്ന മേഖലയിലും ദൈവത്തിന് നമ്മെക്കൊണ്ട് ഒരു ഉദ്ദേശമുണ്ട് എന്ന് ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കണമെന്ന് സഭ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഈ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് 1-2 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട് എനിക്ക് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത് വർക്ക് ഈസ് എ ഗോഡ് ഗിവൺ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്. തൊഴിൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയ ഒരു ദാനമായിട്ട് നമുക്ക് കണക്കാക്കുവാനായിട്ട് സാധിക്കും. തൊഴിലിന് ഞാൻ ആദ്യം പറഞ്ഞു, ഏത് തൊഴിലിനും മാന്യമായ ഒരു സ്ഥാനം ഉണ്ട് എന്ന് നമുക്ക് വിശ്വാസമുണ്ട്. എന്നാൽ പലപ്പോഴും ഏതൊരു തൊഴിലിനോടും മുൻവിധിയോടെ കാണുന്ന സങ്കുചിത മനോഭാവക്കാരാണ് ഞാനും നിങ്ങളുമൊക്കെ. എല്ലാ തൊഴിലിനെ കുറിച്ചും നമ്മുടെ മനസ്സിൽ ചില മുൻവിധികളുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്,
ഏതൊരു തൊഴിലും ആ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ്. ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ് ഏതൊരു തൊഴിലും എന്ന് പറയുന്നത്. അത് ഉന്നതമായ അവസ്ഥ മുതൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ഏത് തൊഴിലെടുക്കുന്ന വ്യക്തിക്കും അവർ ഒരു തൊഴിലിൻ്റെ ഭാഗമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നമ്മളുടെ വെസ്റ്റേൺ കൾച്ചറിൽ അല്ലെങ്കിൽ വിദേശ പാരമ്പര്യത്തിൽ വിദേശ സാമൂഹ്യ പശ്ചാത്തലത്തിൽ അവിടെ ഒരിക്കലും തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ വിഭജിക്കപ്പെട്ട് നാം കാണുന്നില്ല. അവിടെ എല്ലാ മനുഷ്യരും അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഏത് തൊഴിലും അവർ സ്വന്തമാക്കും. ഒരുപക്ഷെ അതൊരു മണിക്കൂറിനാണെങ്കിലും അല്ലെങ്കിൽ ഇത്ര മണിക്കൂറുകൾക്കാണെങ്കിലും അവർ ഏത് ജോലിയും ചെയ്യുന്നു, പണമുണ്ടാക്കുന്നു, അവർ ജീവിക്കുന്നു. അപ്പോൾ ഒരിക്കലും മനുഷ്യനെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുന്ന ഓരോ വ്യക്തികളും അപ്രകാരം ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദാവീദാണെങ്കിൽ പോലും ഒരു ഇടയനായിരുന്നു. എലീശ എന്ന് പറയുന്ന വലിയ പ്രവാചകൻ ആരായിരുന്നു? ഒരു കാളയെ പൂട്ടുന്നവനായിരുന്നു. അതുപോലെ തന്നെ ആമോസ് എന്ന് പറയുന്ന പ്രവാചകൻ ഉപജീവന മാർഗം എന്തായിരുന്നു? കാട്ടത്തിപ്പഴം പെറുക്കുന്നവനായിരുന്നു. മോശ എന്ന് പറയുന്ന വലിയൊരു നേതാവ്, ആ നേതാവ് ഒരു ആട്ടിടയനായിരുന്നു. ശിഷ്യന്മാരെ സംബന്ധിച്ച് അതിൽ മുമ്പ് പറഞ്ഞതുപോലെ മുക്കുവന്മാർ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതലായിട്ട്. അപ്പോൾ യേശു കർത്താവ് പിതാവായ ദൈവം തൻ്റെ പദ്ധതിയിൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട് ദൗത്യങ്ങൾ പരമേൽപ്പിച്ച ഓരോ വ്യക്തികളും സമൂഹത്തിൽ വ്യത്യസ്തമായ തൊഴിലുകൾ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളെയാണ് കർത്താവ് വിളിച്ച് തൻ്റെ വേലയിലേക്ക് ആക്കിയത് എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. രൂത്തിൻ്റെ ഉപജീവന മാർഗം എന്തായിരുന്നു? ബോവസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ വയലിൽ കതിർ പെറുക്കുന്ന ഒരു ജോലിയായിരുന്നു രൂത്തിന് ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു പഴയ നിയമ കാലഘട്ടത്തിൽ തൊഴിലിനോടുണ്ടായിരുന്ന ഒരു മനോഭാവം അത് ഇന്ന് ഈ 2021 വരുമ്പോൾ അതിന് മാറ്റങ്ങൾ സംഭവിക്കുക. ഇന്ന് മനുഷ്യൻ്റെ തൊഴിലിനോടുള്ള മനോഭാവങ്ങൾ മാറി. ഒരുപക്ഷെ ഒരു ഹർത്താലും വേണം എന്ന് ഓരോ ദിവസവും ആഗ്രഹിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് നാം ഇന്ന് മാറുക. നമുക്കിന്ന് അധ്വാനിക്കാതെ ഒരു തൊഴിലെടുക്കുവാൻ അല്ലെങ്കിൽ അധ്വാനിക്കാതെ സമ്പാദിക്കുവാൻ സാധിക്കുമെങ്കിൽ അത് ഒരു ശ്രേഷ്ഠതയായിട്ട് കാണുന്ന ഒരു മനോഭാവത്തിലേക്ക് നിങ്ങൾ മാറുകയാണ്. തൊഴിലിനോടുള്ള നമ്മുടെ നിസ്സംഗതയും മടിയും ഇന്ന് നമുക്ക് വളരെ പ്രകടമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. എല്ലാ മേഖലയിലും നമുക്കിന്ന് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പ്രിയമുള്ളവരെ ഓർക്കുക, വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ രൂത്ത് ഒരു കതിർ പെറുക്കുന്നവളായിരുന്നു. തബീത എന്ന് പറയുന്ന സ്ത്രീ അവളുടെ തുന്നൽക്കാരിയായിരുന്നു. ശിഷ്യന്മാരെന്ന് പറയുന്നത് അവർ മുക്കുവന്മാരും ചുങ്കക്കാരും സമൂഹത്തിന് വ്യത്യസ്തമായ ശ്രേണികളിൽ ഉപജീവനം കഴിക്കുന്നവരുമായിരുന്നു. എന്നാൽ അവരെ ദൈവം വിളിച്ച് വേർതിരിച്ച് വ്യത്യസ്തമായ തൊഴിലുകൾ അവരെ പരമേൽപ്പിച്ചതാണ് എന്നുള്ളത് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ദൈവമാണ് അവരെ വിളിച്ച് വേർതിരിച്ചത്. അതായത് തങ്ങളുടേതായ മേഖലകളിൽ അവർ പ്രാവീണ്യം തെളിയിച്ചവരായിരുന്നു. അതുകൊണ്ട് ദൈവം അവരെ വിളിച്ചു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം പരിശോധിക്കുമ്പോൾ ഏതൊരു തൊഴിലും അത് ദൈവത്തിന് വലിയൊരു ദാനം എന്ന മനോഭാവത്തോടെ നമുക്ക് അതിനെ അഭിമുഖീകരിക്കാനായിട്ട് ഇടയായി തീരണം എന്നുള്ളതാണ് എനിക്ക് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്നത്തെ പുതിയ തലമുറ വൈറ്റ് കോളർ ജോബ് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അധ്വാനിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ സമ്പാദിക്കുവാനും ജീവിക്കുവാനും സന്തോഷത്തോടും സൗകര്യത്തോടും ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒട്ടേറെയുള്ള ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ അനുദിനം ലക്ഷക്കണക്കിന് യുവാക്കൾ തൊഴിലില്ലാതെയായിത്തീരുന്നു എന്നുള്ള വാർത്തകൾ നാം എപ്പോഴും കാണാറുണ്ട്. പലപ്പോഴും നമ്മുടെ മനോഭാവങ്ങളിൽ കുറച്ചും കൂടെ നാം ഒന്ന് മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എനിക്ക് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുവാനുള്ള ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ ഓരോ തൊഴിലും ആ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് ആ വലിയൊരു ദൈവിക ദാനത്തെയാണ് ഞാൻ അനുഭവിക്കുന്നത്, ഞാൻ അതിനെ നിലനിർത്തുന്നത് പുലർത്തുന്നത് എന്നുള്ള ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ നാം രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. രണ്ടാമതായിട്ട് എനിക്ക് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത് ആത്മാർത്ഥമായ അധ്വാനം നമ്മളുടെ നിയോഗങ്ങളെ പുനഃക്രമീകരിക്കുന്നു എന്നുള്ളത് നാം ഒന്ന് മനസ്സിലാക്കണം. നമ്മളുടെ ആത്മാർത്ഥമായ അധ്വാനം നമ്മുടെ നിയോഗങ്ങളെ പുനഃക്രമീകരിക്കുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, നമ്മുടെ ജോലിയിൽ ഒരു പ്രമോഷൻ നമുക്ക് ലഭിക്കുന്ന നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഏറ്റവും മികച്ച രീതിയിൽ അധ്വാനിക്കുമ്പോഴാണ്
നമ്മളുടെ മേലധികാരികൾ നമുക്ക് ഒരു പ്രൊമോഷൻ നൽകുന്നു. എന്നാൽ പ്രൊമോഷൻ നൽകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവർ വർക്ക് ബൗണ്ടറി എക്സ്റ്റെൻസ് ഹയർ എന്നുള്ള ഒരു അർത്ഥമായി നൽകുന്നു. അതായത് നമ്മളുടെ ജോലിയുടെ അതിരുകൾ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് വിപുലപ്പെടുന്നു എന്നുള്ള അർത്ഥമാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം പല തൊഴിലുകളിൽ, പല മേഖലകളിൽ നിപുണരായിരുന്ന അല്ലെങ്കിൽ മിടുക്കരായിരുന്ന വ്യക്തികളെ ദൈവം വിളിച്ചു വേർതിരിച്ചു. അവരെ വ്യത്യസ്തമായ നിയോഗങ്ങളെ ദൈവം നൽകി അവരെ പുനഃക്രമീകരിക്കുന്നതായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ ഇന്ന് നാം വായിക്കുവാൻ നൽകിയിരിക്കുന്ന 3 വേദഭാഗങ്ങൾ, രൂത്തിന്റെ പുസ്തകത്തിലും അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിലും അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിലും നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. രൂത്തിനെ കുറിച്ച് നമുക്കറിയാം. രൂത്തിനെ സംബന്ധിച്ച് അവൾ ജോലിക്ക് പോകുന്നത് ഒരു പക്ഷേ അന്നത്തെ സാമൂഹ്യ ചിന്താഗതിയിൽ അത് എത്രത്തോളം ശരിയെന്ന് ഉള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. കാരണം അവൾ ഒരു ചെറുപ്പക്കാരിയാണ്, സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവൾ ജോലിക്ക് പോകുന്നത് ശരിയല്ല എന്ന മനോഭാവം അന്ന് നിലവിലുണ്ടായിരുന്നു. എന്നാൽ ജീവിതം ഒരു പ്രതിസന്ധിയുടെ അനുഭവത്തിലേക്ക് പോയപ്പോൾ അവൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുകയാണ്. കാരണം എന്നിൽ ഒരു ഉത്തരവാദിത്വമുണ്ട്, ആ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റേണ്ടതായിട്ടുണ്ട് എന്ന അവളുടെ കഠിനമായ അവളുടെ ഉള്ളിലെ ആ ചിന്താഗതിയാണ്, തീവ്രമായ ചിന്താഗതിയാണ് ആ ജോലിക്ക് പോകുവാനായിട്ട് അവളെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ അവൾ തൻ്റെ അമ്മായിയമ്മയായ നവോമിയുടെ അനുവാദവും വാങ്ങിക്കൊണ്ട് അവൾ തൊഴിലിന് പോകുന്നതായിട്ട് നമുക്കവിടെ കാണാം. അവൾ ആത്മാർത്ഥമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയും വളരെ ആത്മാർത്ഥമായിട്ട് അവൾ അധ്വാനിപ്പാനായിട്ട് ഇടയായി തീർന്നു എന്നവിടെ കാണുക. അങ്ങനെ അവൾ അവിടെ നിന്ന് അധ്വാനിച്ച് അവൾ പെറുക്കിയെടുത്തത് കൊണ്ട് അവൾ വീട്ടിൽ ചെന്ന് തൻ്റെ അമ്മായിയമ്മയ്ക്കും കൂടെ അവൾ കൊണ്ടുപോയി കൊടുത്ത് അവരെയും കരുതുകയും അവരെയും പുലർത്തുകയും ചെയ്യുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അവളുടെ ആ അധ്വാനത്തെയാണ് ബോവസ് മാനിക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ സാധിക്കും. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം ഇന്ന് ആദ്യം പ്രാരംഭമായിട്ട് വായിച്ച വാക്യം ഇപ്രകാരമാണ് ഓർപ്പിക്കുന്നത്: നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന് കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തെരുമാറാകട്ടെ എന്ന് ബോവസ് പറഞ്ഞ് രൂത്തിനെ അനുഗ്രഹിക്കുന്ന ഒരു വാക്യമാണ് നാം ഇന്ന് പ്രാരംഭമായിട്ട് വായിച്ചു കേട്ടത്. അപ്പോൾ തൻ്റെ ഉത്തരവാദിത്വങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി വ്യത്യസ്തമായ രീതിയിൽ ചിന്തിച്ച് അതിനുവേണ്ടി തീവ്രമായി അധ്വാനിച്ച രൂത്തിന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന വലിയൊരു പ്രതിഫലത്തെക്കുറിച്ച് ആ വേദഭാഗത്തിൻ്റെ അവസാനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പത്രോസിനെ കുറിച്ച് നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വേദഭാഗത്ത് നാം കാണുന്ന ശീമോൻ പത്രോസിനെ കുറിച്ചാണ് നമ്മളവിടെ കാണുന്നത്. യേശു കർത്താവ് വിളിച്ചു വേർതിരിച്ച ശിഷ്യന്മാരിൽ ഏറ്റവും പ്രമുഖനായിരുന്ന വ്യക്തിയായിരുന്നു ശീമോൻ പത്രോസ്. ആ പത്രോസാണ് യേശു കർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം ആ ദൗത്യങ്ങളിൽ നിന്ന്, വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൗത്യങ്ങളിൽ നിന്ന് പിന്നോക്കം പോകും, നമുക്ക് മീൻ പിടിക്കുവാൻ പോകാം എന്ന് പറഞ്ഞ് മറ്റു ശിഷ്യന്മാരെയും വിളിച്ചിറക്കിക്കൊണ്ട് മടങ്ങി തൻ്റെ പഴയ ഉപജീവന മാർഗത്തിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ അവിടെ കാണുക. എന്നാൽ അവർ അതിലേക്ക് പോയി രാത്രി മുഴുവനും അവർ അധ്വാനിച്ചു, പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല. കർത്താവ് രാത്രിയുടെ യാമത്തിൽ അവർ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, കർത്താവേ ഒന്നുമില്ല എന്ന് പറയുന്ന ഒരു ജീവിതത്തിൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു തൊഴിലിൽ നിന്ന്, വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു ദൗത്യത്തിൽ നിന്ന് പിന്നോക്കം പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിരാശയും വേദനയും എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. കാരണം ഉറക്കം പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും വെളുക്കുവോളം അധ്വാനിച്ചിട്ടും ഒരു മീൻ കഷ്ണം പോലും തങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അവരുടെ അധ്വാനം എത്ര ഫലമില്ലാത്തത്. എന്നാൽ യേശു കർത്താവിൻ്റെ വാക്ക് കേട്ട് അവർ പടകിൻ്റെ വലത്തുഭാഗത്ത് വല വീശിയപ്പോൾ അവർക്കുണ്ടാകുന്ന അനുഗ്രഹത്തിൻ്റെ വലിപ്പവും അതിൻ്റെ പെരുപ്പവും നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോഴാണ് അവർ യേശു കർത്താവിൻ്റെ സാന്നിധ്യം ജീവിതത്തിൽ തിരിച്ചറിയുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ നാം പ്രവർത്തിക്കുന്ന മേഖലകളിൽ ദൈവത്തെ കൈമുതലാക്കിക്കൊണ്ട് നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് ഇടയായിട്ടുണ്ട്. അതാണ് എനിക്ക് ഇവിടെ വ്യത്യസ്തമായിട്ട് ഓർമ്മിപ്പിക്കുവാനായിട്ട്. നാം എവിടെ ജോലി ചെയ്യുന്നുവോ, ഏത് ജോലി ചെയ്യുന്നുവോ അവിടെ നമ്മുടെ ദൈവത്തെ മുറുകെ പിടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. രൂത്തിനെ സംബന്ധിച്ച് അവളുടെ ജീവിതത്തിൽ അവളുടെ ഉള്ളിലുണ്ടായ ഒരു കർത്തവ്യ ബോധമാണ് അവളെ അവളുടെ വേലയിൽ
മികച്ചവളാക്കി മാറ്റും. പത്രോസിനെ സംബന്ധിച്ച് ഒരുപക്ഷെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ പത്രോസ് തിരിച്ചറിയാതെ പോയ ദൈവസാന്നിധ്യം, ആ ദൈവസാന്നിധ്യം പത്രോസ് തിരിച്ചറിയുമ്പോൾ അവിടെ പത്രോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു വലിയ ഒരു മാറ്റം, അത് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് മോശയുടെ ജീവിതവും, അതുപോലെ തന്നെ ദാവീദ് രാജാവിൻ്റെ ജീവിതത്തെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രാവിലെ മുതൽ ആടുകളുമായിട്ട് മേച്ചൽപ്പുറങ്ങളിൽ പോയി ആടുകൾക്ക് തൃപ്തിയാവുന്നവരെ അവയെ മേയിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അവയ്ക്ക് ഒരാപത്തും വരാതെ അത്രമേൽ സൂക്ഷ്മതയോടെ അതിനെ കാത്തു സൂക്ഷിച്ച്, അല്ലെങ്കിൽ ആ തൊഴിലിനോടുള്ള ആത്മാർത്ഥമായ അനുഭവത്തിൽ ആ തൊഴിൽ നിർവഹിച്ചു കൊണ്ടിരുന്ന വ്യക്തികളെയാണ് ദൈവം വിളിച്ചു വേർതിരിച്ച് വലിയ രണ്ട് ഉത്തരവാദിത്വങ്ങളിലേക്ക് പരിമേൽപ്പിക്കുന്നത്. മോശയെ ഇസ്രായേലിനെ തൻ്റെ വാക്കുദേശത്തേക്ക് വഴി നടത്തുവാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ടു. ദാവീദ് രാജാവിനെ നമുക്കറിയാം, ഇസ്രായേലിനെ ഭരണം നടത്തുവാനായിട്ട്, അല്ലെങ്കിൽ വലിയ പ്രതാപമുള്ള ലോകത്തെ ഏറ്റവും വലിയ ഒരു ജനത്തെ നയിക്കുവാനായിട്ട് ദൈവം വിളിച്ചു വേർതിരിച്ചത് അവരുടെ മേഖലകളിൽ ദൈവം അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അവർക്ക് ആത്മാർത്ഥതയോടെ നിറവേറ്റുവാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്ക് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത് അതാണ് അവരുടെ നിയോഗത്തെ വിപുലപ്പെടുത്തുവാനായിട്ട് ഇടയാക്കിയത്. നമുക്ക് ലഭിക്കുന്ന ജോലി അത് ചെറുതോ ജോലിയുടെ വലിപ്പ ചെറുപ്പത്തിലല്ല, മറിച്ച് നമുക്ക് ലഭിക്കുന്ന സ്ഥാനങ്ങളുടെ വലിപ്പ ചെറുപ്പത്തിലല്ല, ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങളെ ഭംഗിയായിട്ട് ആത്മാർത്ഥമായിട്ട് അത് ദൈവത്താൽ ഫലമേൽപ്പിക്കപ്പെട്ടതാണ് എന്ന് കർത്തവ്യബോധ്യത്തോടെ നിർവഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. മൂന്നാമതായിട്ട് അവസാനമായിട്ട് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, സാക്ഷ്യമുള്ള ക്രിസ്തീയ ജീവിതം നമ്മളുടെ നിയോഗങ്ങളെ ആകർഷകമാക്കുന്നു. സാക്ഷ്യമുള്ള ക്രിസ്തീയ ജീവിതം നമ്മളുടെ നിയോഗങ്ങളെ ആകർഷകമാക്കുന്നു. ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചത് വർക്ക് ഈസ് എ ഗോഡ് ഗിവൻ റെസ്പോൺസിബിലിറ്റി. തൊഴിൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ് എന്ന മനോഭാവം നമുക്ക് ഉണ്ടാവണം. രണ്ടാമതായിട്ട് ഓർമ്മിപ്പിച്ചത് ആത്മാർത്ഥമായ അധ്വാനം നമ്മുടെ നിയോഗങ്ങളെ പുനർക്രമീകരിക്കുന്നു എന്നുള്ള. മൂന്നാമതായിട്ട് സാക്ഷ്യമുള്ള ക്രിസ്തീയ ജീവിതം നമ്മളുടെ നിയോഗങ്ങളെ ആകർഷകമാക്കുന്നു എന്നുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു തൊഴിലിനും വലുപ്പമില്ല, ചെറുപ്പമില്ല. ഒരു തൊഴിലിനും വ്യത്യസ്തതകളില്ല. എല്ലാ തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ട്. അപ്പോൾ അത് മാന്യതയോടെ ഏത് തൊഴിലും നിർവഹിക്കുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയും. എന്നാൽ നമ്മളുടെ അതിനോടുള്ള മനോഭാവമാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. എങ്ങനെയാണ് നാം ആ വേല നിർവഹിക്കുന്നത്? ഇപ്പോൾ ഒരു മുനിസിപ്പാലിറ്റിയിൽ ഒരു വൃത്തിയാക്കുന്ന ജോലി ചെയ്യുന്ന വ്യക്തി, ആ തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ട്. എന്നാൽ നാം അത് എങ്ങനെ നിർവഹിക്കുന്നുള്ള പ്രധാനം. ആ ജോലി നിർവഹിക്കുമ്പോൾ അത് വൃത്തിയായും മനോഹരമായും ആ ജോലി പൂർത്തീകരിക്കപ്പെടുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും അത് സാക്ഷ്യമുള്ള ഒരു ജീവിതം. എന്നാൽ മറിച്ച് ഏൽപ്പിക്കുന്ന തൊഴിലിൻ്റെ 50% 60% അത് വൃത്തിഹീനമായ അനുഭവങ്ങൾ ആണെങ്കിൽ ആ തൊഴിലിനോട് എത്രത്തോളം നീതി പുലർത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. അത് എന്ന് പറയുന്നത് പോലെ അത് ഒരു കർഷകനാണെങ്കിലും, ഒരു അധ്യാപകനാണെങ്കിലും, ഒരു ബസ് കണ്ടക്ടർ ആണെങ്കിലും, ഡ്രൈവർ ആണെങ്കിലും, അതൊരു ഓട്ടോക്കാരനാണെങ്കിലും, അല്ലെങ്കിൽ ഒരുപക്ഷെ പാൽ കച്ചവടം നടത്തുന്നവനാണെങ്കിലും, ഏത് തൊഴിൽ നിർവഹിക്കുന്ന വ്യക്തിക്കും അവരുടെ നിയോഗങ്ങളെ ആകർഷകമുള്ളതാക്കി തീർക്കുവാനായിട്ട് സാധിക്കണം. പ്രത്യേകിച്ച് അധ്യാപനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അനേകം കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുന്ന, രൂപപ്പെടുത്തുന്ന ഒരു വലിയ ശുശ്രൂഷയുടെ ഭാഗം കൂടിയാണ് അധ്യാപനം എന്ന് പറയുന്നത്. അത് ഒരു വൈദ്യനാണെങ്കിലും ഒരു ഡോക്ടറാണെങ്കിലും അപ്രകാരമാണ് ഓരോ വ്യക്തിയും സ്വാധീനിക്കുന്നതെന്ന് പറയുന്നത്. വെറുതെ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല ഡോക്ടേഴ്സിനും നമുക്ക് കാണാം. അതൊരു പക്ഷേ ഒരു കൺസൾട്ടേഷന് വേണ്ടി ഒരു ജോലി ചെയ്യുന്നതും, എന്നാൽ തൻ്റെ മുമ്പിൽ കടന്നു വരുന്ന ഒരു രോഗിയുടെ മനസ്സറിഞ്ഞ് അവരുടെ സാമീപ്യം തന്നെ അവർക്കൊരു വലിയ സൗഖ്യവും ആശ്വാസവും സന്തോഷവുമായി മാറുന്ന രീതികളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത്, നാം ഏത് തൊഴിൽ നാം സ്വീകരിക്കുമ്പോഴും ഏത് തൊഴിൽ നാം നിർവഹിക്കുമ്പോഴും അതിനോടുള്ള നമ്മുടെ മനോഭാവം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം. ഒരല്പം എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമ്മളുടെ കോൺട്രിബ്യൂഷൻസ് നൽകുവാനായിട്ട് നമുക്ക് സാധിക്കും. അത് നമ്മളുടെ ആറ്റിറ്റ്യൂഡിലാവാം, നമ്മളുടെ പെരുമാറ്റത്തിലാവും, നമ്മുടെ സംസാരത്തിലാവും, ഒരുപക്ഷെ നാം സ്വീകരിക്കുന്ന നയങ്ങളിലാവും, നമ്മുടെ തീരുമാനങ്ങളിലായിരിക്കാം. എങ്ങനെയാണെങ്കിലും അപ്രകാരം നമ്മളുടെ തൊഴിലിനോടുള്ള നമ്മുടെ മനോഭാവത്തെ രൂപപ്പെടുത്തുവാനായിട്ട് മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഞാൻ ഓർത്തു പോകുന്ന ഒരു ഡോക്ടർ ദമ്പതികൾ, അവർ മികച്ച രീതിയിൽ തങ്ങളുടെ ജോലി നിർവഹിച്ച, അവർ ഔദ്യോഗിക ജീവിതം നിർവഹിച്ചുകൊണ്ട് ഇരിക്കുന്നവർ, അല്ലെങ്കിൽ പൂർത്തീകരിച്ചവർ, റിട്ടയർമെൻറ്റ് ജീവിതത്തിലായിരിക്കുന്നവർ. എന്നാൽ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ റിട്ടയർമെൻറ്റിന് ശേഷം
അവരുടെ വീട്ടിൽ അവർ കൺസൾട്ടേഷൻ അവർ നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ഗവൺമെൻറ് ഡോക്ടേഴ്സ് ആയിരിക്കെ അവരെ ഒന്ന് കാണുവാൻ വേണ്ടി ഒരുപക്ഷെ വളരെ കാത്തിരുന്ന ഒരു കാലഘട്ടം. എന്നാൽ അവർ റിട്ടയർമെൻറ്റിന് ശേഷം അവരവരുടെ വീട്ടിൽ തന്നെ ഒരു കൺസൾട്ടേഷൻ ആരംഭിച്ചു. ആർക്കും ഏത് സമയത്തും അവരെ വീട്ടിൽ ചെന്ന് കാണുവാനായിട്ടുള്ള സൗകര്യമുണ്ട്. പക്ഷേ ഒരു കാര്യം മാത്രം, കൺസൾട്ടേഷനായിട്ട് 1 രൂപ പോലും അവർ വാങ്ങിക്കത്തില്ല. ഒരിക്കൽ ഞാൻ അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ? അവർക്ക് ഒരു നിർബന്ധവുമില്ല. ആരെങ്കിലും കൊടുത്താൽ എന്ത് കൊടുക്കുന്നു അത് വാങ്ങിക്കും, അല്ലാതെ ആരോട് നിർബന്ധം ചോദിച്ചു വാങ്ങിക്കത്തില്ല. ഇനി കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. അവരതിനെ ഒറ്റ കാര്യം മാത്രം, നമ്മൾ ചെന്നാൽ പറയും അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് അച്ഛന്മാരാണ് ചെല്ലുന്നതെങ്കിൽ അവർക്ക് 1 രൂപ പോലും വേണ്ട, ഒറ്റ കാര്യം മാത്രം, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ ആർക്കും ഒന്നും കൊടുക്കാനില്ലെങ്കിൽ പോലും അവർക്ക് യാതൊരു പരിഭവമില്ല, സന്തോഷം, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പറഞ്ഞയക്കുന്ന ഒരു മനോഭാവം. ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത്, അങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചാലും ഒന്നും ആരും കുറ്റം പറയത്തില്ല, അത് അവരുടെ പ്രൊഫഷൻ്റെ ഭാഗം. പക്ഷേ ആ ഒരു പ്രൊഫഷനിലൂടെയും ഒരു വലിയ ക്രൈസ്തവ ധർമ്മം നിറവേറ്റുവാനുണ്ട് എന്ന അവരുടെ മനോഭാവവും അവർ തിരിച്ചറിവുമാണ് ഞാനിവിടെ എടുത്തു പറയുവാനായിട്ട് ആഗ്രഹിച്ചത്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലും ഈ ഒരു വലിയ മാറ്റം, ഈ ഒരു വലിയൊരു മനോഭാവം നമുക്ക് രൂപപ്പെടുത്തുവാനായിട്ട് സാധ്യമായിത്തീരണം. നാം ഏൽപ്പിക്കപ്പെടുന്ന പലപ്പോഴും ഇന്ന് ക്രൈസ്തവ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, എല്ലാത്തിനും ഒരു പ്രോഫിറ്റ് മൈൻഡായിട്ട് കാണുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ സെൻറ്റിമെൻറ്റ്സിന് ഒന്നും വലിയ സ്ഥാനമില്ല, നമ്മളുടെ വികാരങ്ങൾക്ക് ഒന്നും യാതൊരു സ്ഥാനവും കൽപ്പിക്കപ്പെടാത്ത ഒരു ലോകത്തിലേക്ക് ഞാനും നിങ്ങളും മാറുകയാണ്. തീർച്ചയായിട്ടും ക്രൈസ്തവ ജീവിതം അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളുടെ ലാഭേച്ഛയോടെ നാം ആയിരിക്കുന്ന തൊഴിലിനെ കാണുക എന്നുള്ളതാണ്. മറിച്ച് നാം ചെയ്യുന്ന തൊഴിലിലൂടെ അവിടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അനേകർക്ക് പകർന്നു നൽകുവാനായിട്ട്, അവിടെ ക്രിസ്തുവിലൂടെ നാം സ്വാംശീകരിച്ച ആ ഒരു സ്വഭാവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട്, ക്രിസ്തു വിശ്വാസത്തെ മറ്റുള്ളവരെ ഒരു ആകർഷിക്കുന്ന മനോഭാവങ്ങളായി മാറുവാനായിട്ട് നമുക്കിടയായിത്തീരണം. അങ്ങനെ ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ചെറിയ ഉത്തരവാദിത്വങ്ങളിൽ നാം വിശ്വസ്തരായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നിയോഗങ്ങൾ വിപുലീകരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പലപ്പോഴും ഉന്നതമായ സ്ഥാനങ്ങൾക്ക് വേണ്ടിയും മാനങ്ങൾക്ക് വേണ്ടിയും നാം പരക്കം പായുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ ഓർക്കുക, നമ്മളുടെ നിയോഗങ്ങളിൽ നാം വിശ്വസ്തരായിരിക്കുമ്പോൾ നിയോഗങ്ങൾ, സ്ഥാനങ്ങളും മാനങ്ങളും പദവികളും നമ്മെ തേടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിശുദ്ധ വേദപുസ്തകം തന്നെ അതിന് ഏറ്റവും വലിയ ഒരു സാക്ഷ്യമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക വീരന്മാർ അവരുടെ നിയോഗങ്ങളിൽ അവർ വിശ്വസ്തരായിരുന്നപ്പോൾ ഒരുപക്ഷെ അവർ പോലും സ്വപ്നം കാണുന്നതിനപ്പുറം ദൈവം അവരെ തേടിച്ചെന്ന് അവരെ നിയോഗങ്ങളെ ഏൽപ്പിക്കുന്ന അനുഭവങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഏറ്റവും വലിയ ഒരു ചിന്ത എന്താണെന്നറിയാമോ? നമ്മളുടെ ജോലികളിൽ ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ അതിനെ വലിപ്പ ചെറുപ്പ ഭേദമില്ലാതെ ഒരേ മനസ്സോടെ കാണുവാനായിട്ട്, അതിന് ദൈവത്താൽ ലഭിച്ചതാണ് എന്ന ബോധ്യത്തോടെ കാണുവാനായിട്ട്, ഏൽപ്പിക്കപ്പെട്ടത് ആത്മാർത്ഥമായി നിർവഹിച്ചുകൊണ്ട് ലഭിക്കുന്ന നിയോഗങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അത് പുനഃക്രമീകരിക്കുവാനായിട്ട്, അതേപോലെ തന്നെ നമ്മളുടെ ക്രൈസ്തവ ജീവിതം അത് ജീവിതത്തിൽ അടിസ്ഥാനമാക്കിയുള്ള നമ്മളുടെ ജീവിതവും നമ്മളുടെ ഉപജീവന മാർഗങ്ങളും അത് അനേകരെ ആകർഷിക്കുന്ന അനുഭവം, അനേകരുടെ ജീവിതത്തിൽ അത് വലിയ ഒരു മാറ്റങ്ങൾ രൂപപ്പെടുന്ന അനുഭവങ്ങളായി മാറ്റുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. നാം കേട്ടതായിട്ടുള്ള വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. വിശ്വാസവുമാണ് ചേർന്നത്. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായുള്ള സകലത്തെ സൃഷ്ടനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലെ ഏകാനായ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വോടൊപ്പം പിതാവിൽ ജനിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവമുള്ള സത്യത്തിൽ നിന്ന് സത്യതയും ജനിക്കപ്പെട്ടുണ്ടാകപ്പെട്ടവനല്ല, പിതാവിനോട് ഏകത്വമുള്ളവൻ, എന്നാൽ സകലവുമായി മനുഷ്യരായ നമുക്കും രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്നുകളിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിനെ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു, തിരുവഴുത്തിൻ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി ദാനൊരുത്ത ഭാഗത്തിരിക്കുന്നു. അവൻ ജനവരെയും മരിച്ചവരെയും നിയമിപ്പാൻ മൊത്തത്തോടെ വീണ്ടും വരും. അവൻ്റെ അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിൽ പുത്രനോട് പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോട് വന്ദിക്കപ്പെട്ട് നോക്കപ്പെടുന്നവനും പ്രവാചകൻ പറയിച്ചുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു.
കാതോലിക അപ്പോസ്തലികമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പൗർവ്വത്തിൽ സ്നേഹിച്ചിരിക്കുന്നു. മനുഷ്യരുടെ പുനരുത്ഥാനത്തിലും ഒരുപാട് ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഈ ദിവസങ്ങളിൽ പിറന്നാൾ ആഘോഷിക്കുകയോ വിവാഹ വാർഷികം ആഘോഷിക്കുകയോ ചെയ്യുന്നുണ്ട്. പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പകരാം. പുതിയൊരു ദിവസം കൂടെ കാണുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യാം. പല ഭവനങ്ങളിലായിരുന്ന നമ്മളെ ദൈവം അതിശയകരമായി കാത്തു സൂക്ഷിക്കുകയും പരിപാലിക്കുകയും മഹാമാരിയുടെ നടുവിൽ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ സൂക്ഷിക്കുന്നത് പോലെ നമ്മെ സൂക്ഷിക്കുകയും ചെയ്തതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വ്യക്തികളായും കുടുംബങ്ങളായും സഭയായും ഒക്കെ നമ്മൾ അനുഭവിച്ച എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവങ്കിലേക്ക് നോക്കിയൊരു പ്രകാശിതരായ ഒരു മുഖം രചിച്ചു പോയതുമില്ല. എളിയോ നിലവിളിച്ചു യഹോവ കേട്ടു. അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. കഷ്ടകാലത്ത് ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, ഞാൻ നിന്നെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ഒരനർത്ഥവും നിനക്ക് ഭവിക്കരുത്, ബാധയും നിന്റെ കൂടാരത്തോട് അടുക്കുകയില്ല എന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ദൈവം നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. എന്നാൽ പലപ്പോഴും ദൈവം ചെയ്ത നന്മകളെ മറന്നുകൊണ്ട്, ദൈവം ചെയ്തതായിട്ടുള്ള അനുഗ്രഹങ്ങളെ മറന്നുകൊണ്ട് പിറുപിറുപ്പോടെ ജീവിച്ചതായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുന്ന് അനുവദിക്കുന്ന നാളുകൾ വിശ്വസ്തയോടെ ദൈവകൃപയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മിൽ നിന്ന് വിദൂരതയിലായിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ അനേക ഇടവാങ്ങുള്ള ദൂരസ്ഥലങ്ങളിലൊക്കെയും ജോലിക്കായിട്ട് കടന്നു പോയിരിക്കുന്നവരെ ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറകൾ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നാട്ടിലേക്ക് കടന്നു വരുവാൻ കഴിയാതെ വിവിധ രാജ്യങ്ങളിൽ ഒക്കെ ആയിരിക്കുന്നവരെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെതായ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും നടുവിലൂടെ കടന്നു പോകുന്നവരെ ഓർക്കാം. കടഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഭവനങ്ങളിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്നതായിട്ടുള്ള ജീവിതങ്ങളുണ്ട്. ജോലി നഷ്ടപ്പെട്ടതായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. ജോലി സ്ഥലങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ട്. ഒരു ജോലിക്ക് വേണ്ടി ഈ നാളുകളിൽ ഒരുങ്ങി കാത്തിരിക്കുന്നതായിട്ടുള്ള നമ്മുടെ അനേക കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരീക്ഷ എഴുതുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർക്കാം. മുന്നോട്ടുള്ള അവരുടെ ഭാവിയും അവരുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുവാനിടയാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ പലവിധമായ പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കുന്നവരുണ്ട്. മറ്റുള്ളവരോട് തുറന്നു പറയുവാൻ കഴിയാത്ത ഹൃദയത്തിൻ്റെ ഭാരങ്ങളുമായി കഴിയുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന നമ്മുടെ ദമ്പതിമാരെ ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ അവരുടെ മേൽ വ്യാപരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ വിവിധമായ ആവശ്യങ്ങളായിരിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെ ദൈവസന്നിധിയിൽ ഓർക്കാം. ഇടവകയുടെ എല്ലാ ശുശ്രൂഷകളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. സൺഡേ സ്കൂൾ, ഗായക സംഘം, യുവജന പ്രസ്ഥാനം, സ്ത്രീജന സഖ്യം, യങ് ഫാമിലി ഫെലോഷിപ്പ്, അങ്ങനെയുള്ള സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ പ്രതികൂലമായിട്ടുള്ള കർത്താവെ രോഗത്തിൻ്റെ സാഹചര്യങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയൊക്കെ പല രീതിയിൽ ബാധിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ ജനങ്ങൾ, കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളുടെ യൗവനക്കാരും ഒന്നും ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയായി തീരരുതേ എന്ന ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ദേശവും നമ്മുടെ രാജ്യവും ഒക്കെ ഒരു മഹാമാരിയെ വീണ്ടും നേരിടുന്നതായിട്ടുള്ള അനുഭവങ്ങൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരുന്ന, ദൈവത്തിൻ്റെ നടത്തിപ്പ് കൂടെ ഇരുന്ന എല്ലാവരെയും രോഗത്തിൻ്റേതായ അവസ്ഥകളിൽ നിന്ന് വിടുവിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വ്യക്തികളുടെയും സഭകളുടെയും വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും സഭകളുടെയും ഒക്കെ കർത്താവെ സാമ്പത്തികമായിട്ടുള്ള സാഹചര്യങ്ങൾ കർത്താവെ വളരെ പ്രതികൂലങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവമേ അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരുന്ന് വഴി നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷ പ്രവർത്തനങ്ങളെ ഓർക്കാം, മിഷണറിമാരെ ഓർക്കാം, മിഷൻ പ്രവർത്തനങ്ങളെ ഓർക്കാം. നമ്മുടെ മഹാടവയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അഭിയുന്ന തിരുമേനെയും പട്ടക്കാരെയും ശുശ്രൂഷകരെയും മിഷണറിമാരെയും മിഷൻ പ്രവർത്തകരെയും സ്ത്രീ പ്രവർത്തകരെയും സിസ്റ്റേഴ്സിനെ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തെ ദൈവസന്നിധിയിൽ ഓർക്കാം, നമ്മുടെ രാജ്യത്തെ ദൈവസന്നിധിയിൽ ഓർക്കാം, കേരള സംസ്ഥാനത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയോട് ചേർന്ന് പ്രവർത്തിക്കുന്നതായിട്ടുള്ള നമ്മുടെ എല്ലാ സ്കൂളുകളെയും
ഹോസ്പിറ്റലിനെയും പാലിയേറ്റീവ് കെയറിനെയും കോളേജിനെയും നമ്മുടെ ഹോസ്റ്റലുകളെയും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തിന് കൃപ വ്യാപരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഭവനങ്ങളെ ഓർക്കാം. വിവാഹത്തിൻ്റെതായ ആവശ്യങ്ങളായിരിക്കുന്ന ഭവനങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഈ സഭയുടെ ശുശ്രൂഷകളുടെ വിവിധമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ഓർക്കാം. ചർച്ച് കമ്മിറ്റിയെ ദൈവസന്നിധിയിൽ ഓർക്കാം. സഭയുടെ ശുശ്രൂഷകരായി പ്രവർത്തിക്കുന്ന കുഞ്ഞോച്ചാനും മോൻച്ചാനും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇടവയുടെ പ്രവർത്തനങ്ങളുടെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സുബേഷിനെയും കൊച്ചുമയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവർ ആശുപത്രികളിലും പാലിയേറ്റീവ് കെയറിലും ഒക്കെ ചെയ്തതായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വാർദ്ധക്യത്തിൻ്റെ ക്ഷീണതകൾ അനുഭവിക്കുന്നതായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. ദീർഘനാളുകളായി രോഗക്കിടക്കയിലായിരിക്കുന്നവരുണ്ട്. അവരെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓർക്കാം. രോഗത്തിൻ്റെ അവസ്ഥയിൽ ആശുപത്രികളിലും ഭവനങ്ങളിലും വിശ്രമിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കാം. പ്രത്യേകിച്ച് ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന അനേകർ നമ്മുടെ അറിവിലും പരിചയത്തിലൊക്കെ ഉണ്ട്. അവരെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുന്നില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും മറക്കുന്നില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. രോഗശയ്യയിലെനിക്കു വൈദ്യൻ, ശോകവേളയിലാശ്വാസകൻ, കൊടുവെയിലതിൽ തണലുമവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, കൊടുവെയിലതിൽ തണലുമവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ. സർവശക്തനായ കർത്താവേ, നിന്റെ ആത്മാവ് ശരീരമാകുന്ന സഭയെ മുഴുവൻ ഭരിച്ച് ശുദ്ധീകരിക്കുന്നല്ലോ. നിന്റെ വിശുദ്ധ സഭയിലെ എല്ലാ വിധത്തിലുമുള്ള ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കഴിക്കുന്ന അപേക്ഷകളും പ്രാർത്ഥനകളും കൈക്കൊള്ളണമേ. അതിലുള്ള ഓരോരുത്തരും അവനവൻ്റെ പിടിയിലും ശുശ്രൂഷയിലും നിന്നെ സത്യത്തോടും ഭക്തിയോടും സേവിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മെല്ലാവരുടെയും കൂടെ എന്നേക്കും കലാവസാനം കൂടാതിരിക്കുമാറാകട്ടെ. ആമീൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരങ്ങളൊത്തിരി വിശ്വസിക്കുന്നതായ എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പോൾ നാകൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷങ്ങളെ അർപ്പിക്കും. ഞാൻ കർത്താവിന്റെ പാടി കീർത്തനം ചെയ്യും. സമാധാനത്തിന്റെ നിരപ്പിന്റെയും അടയാളമായ കയ്യസൂര്യൻ നമുക്ക് അന്യോന്യം കൈമാറാം. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ജ്ഞാന കീർത്തനങ്ങളിൽ 138-ാമത്തെ കീർത്തനം നമുക്ക് പാടാം. കീർത്തനം 138.
നാം സമർപ്പിച്ച ദാനങ്ങളെ ദൈവമായി അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ പ്രിയപുത്രന്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള പുതുവഴിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരമയോഗ്യരായി ഞങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം നിനക്കുള്ളതല്ലോ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളെയും ഞങ്ങളുടെ ദാനങ്ങളെയും നീ കൈക്കൊണ്ട് നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും മുട്ടുകളെ മടക്കി താഴെയുള്ള പ്രാർത്ഥന ചേർന്നയെല്ലാം. യേശുവേ, ശ്രേഷ്ഠ മഹാപുരോഹിതനായുള്ളവേ, നിൻ ശിഷ്യന്മാരുടെ നടുവിൽ നീ സന്നിഹിതനായിരുന്ന പോലെ ഞങ്ങളുടെ മധ്യത്തിലും വന്ന അപ്പം നുറുക്കുന്നതിൽ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവേ. നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറയുമാകുന്നു. എന്നാൽ നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള പുനരുത്ഥാനത്തിനായി ഞങ്ങൾ പ്രത്യേകം നിന്നെ സ്തുതിക്കേണ്ടതാകുന്നു. അവൻ തൻ്റെ മരണം കൊണ്ട് മരണത്തെ നശിപ്പിക്കുകയും അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ഞങ്ങൾക്ക് ജീവൻ വീണ്ടും നൽകുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ദേവതന്മാരോടും പ്രധാന ദേവതന്മാരോടും സ്വർഗത്തിലെ സരസംഘത്തോടും കൂടെ ഞങ്ങളെപ്പോഴും നിന്നെ സ്തുതിച്ചും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ആകാശം ഭൂമി നിലവാത്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിന്റെ മഹത്വമുള്ള നാമത്തെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. ആമേൻ. കർത്താവിന്റെ നാമത്തെ ബന്ധമന് വരുവായിരിക്കുന്നു, വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആർദ്ര സ്നേഹം കൊണ്ട് നിന്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം എടുക്കുവാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മരണമനുഭവിപ്പാനും തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവലോകത്തിൻ്റെയും പാപങ്ങൾക്കായിട്ടും തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും തികയ്ക്കുകയും താൻ വീണ്ടും വരുവോളം തൻ്റെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടപെടാതുള്ള ഓർമ്മയെ നിയമിക്കുകയും അതിനെ എപ്പോഴും ആചരിക്കണമെന്ന് തൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്നെ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞതിന് ശേഷം പ്രകാരം തന്നെ അവൻ പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായിട്ട് ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നു. നിങ്ങളിത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ നിന്റെ പുത്രന്റെ
വിലയേറിയ മരണവും കഷ്ടപ്പാടും അവൻ്റെ മഹത്വമുള്ള പുനരുത്ഥാനവും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവനിൽ നീ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് അവൻ കൽപ്പിച്ച പ്രകാരം അവൻ വരുവോളം അവൻ്റെ ഓർമ്മയ്ക്കായി നിന്റെ ദാസരായി ഞങ്ങളിത് ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെ നിന്റെ ഈ ദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും നിന്റെ പരിശുദ്ധാത്മാവിനായി ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയുമാകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ അവനിൽ യോജിപ്പിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിൻ്റെ ഐക്യം പ്രാപിച്ചു ഞങ്ങളുടെ കർത്താവാകുന്ന മശീഹായൻ തലയാവുന്ന അവങ്കിലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. അവൻ മൂലമായും അവനോട് കൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിലും സർവശക്തനായ പിതാവേ നിനക്ക് സകല ബഹുമാനമോത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മളുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോടെ പ്രാർത്ഥിച്ച് ചൊല്ലുന്നത്: സ്വർഗസ്ഥനായ ഞങ്ങൾ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമാഹാരം തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് എടുക്കാതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നല്ലോ. ആമേൻ. തിരുമേശയുടെ അനുഭവത്തിലേക്ക് അടുത്തു വരുന്നതിന് മുമ്പായി നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് താഴെയുള്ള പ്രാർത്ഥന അനുതാപത്തോടെ വിനയത്തോടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിന്റെ പലവിധമായ വിലകരണങ്ങളല്ലാതെ സ്വസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റെ മേശയിലേക്ക് വരുവാൻ കഴിയുന്നില്ല. ഞങ്ങൾ നിന്റെ മേശയിൽ വീഴുന്ന അപ്പനുർക്ക് പോലും അനുഭവിക്കാൻ യോഗ്യതയുള്ളവരല്ല. എന്നാൽ നീ എപ്പോഴും കരുണയുടെ സ്വഭാവമുള്ള കർത്താവ് തന്നെയാണ്. അതുകൊണ്ട് കൃപയുള്ള കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങളും ആത്മാക്കളും ഇഷ്ടപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ശരീരത്താലും രക്തത്താലും ശുദ്ധീകരിക്കപ്പെടുവാനും ഞങ്ങൾ അവനിലും അവൻ ഞങ്ങൾ എപ്പോഴും വസിപ്പാൻ്റെ കോണം ഭക്ഷിക്കുകയും നാം നിൽക്കുന്നപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലോ. ലോകത്തിന്റെ ഭാഗദേശം നിൽക്കുന്നതായ ദൈവത്തിന്റെ കുഞ്ഞാടേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ജീവന്റെ അപ്പമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം സത്യാമുദ്ര വഴിയായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം വിശ്വാസത്തോടെ തിരുമേശയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുകയും നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ദിനത്തിൻ്റെ പ്രഭാത സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വന്ന് ഈ ആരാധനയിൽ പങ്കുചേർന്ന് ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ, ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു. ദൈവമായ കർത്താവേ, ആരാധനയുടെ സന്തോഷവും ആരാധനയുടെ കർത്താവേ, ആരാധനയിലൂടെ ദൈവ കൃപയും അനുഭവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കുന്ന ഓർത്ത് സ്തോത്രം. പ്രത്യേകിച്ച് ചുറ്റുപാടും രോഗങ്ങളുടെ കർത്താവേ, ഭീതിയും പടർച്ചയും ഞങ്ങൾ കർത്താവേ വളരെ ഭീതിയോടെ നോക്കിക്കാണുമ്പോൾ ദൈവമായ കർത്താവേ, അവിടുന്ന് സകലത്തെയും നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രോഗത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് കർത്താവേ, ഞങ്ങളുടെ നാടും ഞങ്ങളുടെ രാജ്യവും കർത്താവേ, ഈ ഭൂമി ഒന്നാകെ വിമുക്തമാക്കപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കൃപയിൽ അവിടുന്ന് നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. വേദനയിലും ഭാരത്തിലും ദുഃഖത്തിലും പ്രയാസങ്ങളിലും രോഗങ്ങളിലും ഒക്കെ ആയിരിക്കും ഞങ്ങൾ ഓർക്കുന്നു. കൃത്യമായിട്ട് കർത്താവ് ഞങ്ങളുടെ ഇടവകയിൽ എല്ലാ ജനങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. എല്ലാവരും ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം.
ആവശ്യത്തിലിരിക്കുന്നവർ, ഭാരങ്ങളിലിരിക്കുന്നവർ, ഞങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിച്ചിട്ടുള്ളവരെല്ലാവരും ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ, അവരുടെയൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവത്തിന് കൃപയും കരുണയും കാവലും കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണം. സകല നന്മകളാൽ നിറയ്ക്കണം. കേട്ട വചനത്തിനനുസൃതമായി ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങളെ വിശ്വസ്തയോടെ ദൈവകൃപയോടെ ജീവിപ്പാൻ പ്രവർത്തിപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. സകല ബുദ്ധിയും കവീന ദൈവസമാധാനം ദൈവത്തെയും അവൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഇന്ന് ആരാധനയിൽ ഭാഗമായി തീർന്ന എല്ലാവരോടും പ്രത്യേകമായ സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകമായിട്ട് 1-2 അറിയിപ്പുകൾ നൽകുവാനായിട്ടുള്ളത്. ബുധനാഴ്ച ദിവസം വൈകുന്നേരം 6:30 പതിവ് പോലെയുള്ള പ്രാർത്ഥന ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടും. അതുപോലെ വെള്ളിയാഴ്ച രാവിലെ 9 മണി വെള്ളിയാഴ്ചകളിൽ രാവിലെ 7 മണിക്ക് വിശുദ്ധ സംസർഗ ശുശ്രൂഷയുടെ ആരാധന ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നുണ്ട്. ഞായറാഴ്ചയും രാവിലെ 9 മണിക്ക് വിശുദ്ധ സംസർഗ ശുശ്രൂഷയുടെ ആരാധന ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ഈ ആരാധനയിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പങ്കെടുക്കണം എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ നമ്മളുടെ കൺഫർമേഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുവാനായിട്ട് ഒരുങ്ങുന്നു. നേരത്തെ പല ആരാധനകളിലും നമ്മുടെ ഇടവകകളിലും അറിയിച്ച പ്രകാരം ഏപ്രിൽ 15 പേരുകൾ നൽകുവാനുള്ള അവസാന തീയതി. എന്നാൽ ഇന്ന് ഞായറാഴ്ച ഏപ്രിൽ 18 ഞായറാഴ്ച വരെ നൽകുന്ന പേരുകൾ നാം സ്വീകരിക്കുന്നതാണ്. പിന്നീട് ഉണ്ടാകുന്ന ഒരു പരാതികളും സ്വീകരിക്കുന്നതല്ല എന്നുള്ള കാര്യം കൂടെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഏപ്രിൽ 18 ഇന്ന് ഞായറാഴ്ചയ്ക്ക് മുൻപായിട്ട് ആരെങ്കിലും പേരുകൾ ഉണ്ടെങ്കിൽ അവരുടെ പേരുകൾ ഇടവപ്പെട്ടക്കാരെ വിളിച്ച് അറിയിക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. അതേപോലെ തന്നെ നമ്മളുടെ സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ നാം ഇന്ന് ഏപ്രിൽ 18 ഞായറാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. ഈ കോവിഡിൻ്റെ പ്രോട്ടോകോൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ആണ് ക്ലാസ്സുകൾ ക്രമീകരിക്കുന്നത്. അതിനാൽ ഇപ്പോൾ മധ്യവകുപ്പ്, ജ്യേഷ്ഠവകുപ്പ് മുകളിലേക്കുള്ള ക്ലാസ്സുകൾ ആണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. അതിന് താഴേക്കുള്ള ക്ലാസ്സുകൾ അതാത് ക്ലാസ് ടീച്ചേഴ്സ് സൂം മീറ്റിംഗ് വഴി അതാത് ക്ലാസ്സിലെ കുഞ്ഞുങ്ങളും ചേർന്ന് അത് ക്രമീകരിക്കുന്നതാണ്. അതിൻ്റെ വിശദ വിവരങ്ങൾ മാതാപിതാക്കളെ ഈ ദിവസങ്ങളിൽ അറിയിക്കുന്നതാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ പങ്കെടുപ്പിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. താങ്ക് യു.